കാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങളുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ദുആ ചെയ്യുന്ന എന്താണ്? ബർക്കത്തുള്ള വണ്ടി ഉണ്ടാവണം, ബർക്കത്തുള്ള വീടുണ്ടാവണം, ബർക്കത്തുള്ള മക്കള്, ബർക്കത്തുള്ള എല്ലാം നല്ലതാവണം, അല്ലേ? എല്ലാവരും ദുആ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ വിമർശിച്ചവരോടും പറയാനുള്ളത്, നിങ്ങളുടെ പാപ്പായും ഉമ്മായും പ്രാർത്ഥിച്ചത് എനിക്ക് നല്ല മക്കൾ ഉണ്ടാവണേ എന്നാണ്. വിദേഹത്തുകാരും യുക്തിവാദികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചത്. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചത്, നിങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചത് നല്ല നല്ല മക്കളെ കിട്ടണേന്നാണ്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച ഒരാൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും അങ്ങനെ ആഗ്രഹിച്ച ഒരാൾക്ക് നല്ല കുട്ടിയെ കിട്ടത്തുള്ളൂ. അപ്പോൾ വിമർശിച്ച നിങ്ങൾ പറയുമോ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കിട്ടിയത് കഴുതകളാണെന്ന്? പറയുമോ? വിമർശിച്ചവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ നല്ലതായിട്ടേ കാണുന്നുള്ളൂ. ഈ വിമർശനം പോലും ഞാൻ എന്താക്കത്തില്ല, നെഗറ്റീവായിട്ട് എടുക്കത്തില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഹൈറിന് വേണ്ടിയാണ്, നല്ലതിന് വേണ്ടിയാണ്, എന്നിലേക്ക് ഹൈറുകൾ എടുക്കാൻ വേണ്ടിയാണ്. എത്ര വലിയ ഷെറുകളും എത്ര വലിയ വിമർശനങ്ങളും എത്ര വലിയ കുറ്റങ്ങളും എത്ര വലിയ ആരോപണങ്ങൾ എൻ്റെ പേരിൽ വന്നാലും അതെല്ലാം ഞാൻ ഹൈറായിട്ടാണ് കാണുന്നത്, അതെല്ലാം ഞാൻ നല്ലതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ടാവും, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഈ കാറ്, അപ്പോൾ ആ കാറ് നല്ല ബർക്കത്തുള്ളത് എന്ന് വെച്ചാൽ നല്ല വണ്ടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല വണ്ടി, ആ ഒരു നല്ല വണ്ടി ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എന്ത് ചെയ്യും? ഞാനുമായി ബന്ധപ്പെട്ട ആൾക്കാരോടാണ് ആദ്യം ചോദിക്കേണ്ടത്. കാരണം അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ വീട് വിൽക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസികളോടാണ് പറയണ്ടേ. ദൂരെയുള്ള ആരെങ്കിലും വന്ന് വീടെടുത്ത് കഴിയുമ്പോൾ തൊട്ട അയൽവാസികൾക്ക് ആ വീട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിറ്റ് കഴിയുമ്പോഴാണ് അവരറിയുന്നതെങ്കിൽ അത് മോശമാവും. അപ്പം നമ്മുടെ ഒരു സാധനം വിൽക്കുമ്പോൾ ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് നമ്മുടെ വണ്ടി വിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ വീട് വിൽക്കുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട ഏത് സാധനം വിൽക്കുമ്പോഴും നമ്മൾ ആദ്യം അറിയിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരോടാണ്. അപ്പം എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് നമ്മൾ സ്വാഭാവികമായി പറയും, എൻ്റെ വണ്ടി ഞാനിങ്ങനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം എന്ന്. ആ കൂട്ടത്തിലാണ് ഞാനത് പറഞ്ഞത്. പിന്നെ അതിനകത്ത് തന്നെ എന്താണ്, സ്ത്രീകളാണ് എന്ത് ചെയ്യേണ്ടത്? സ്ത്രീകളാണ് എൻ്റെ വൈഫിൻ്റെ നമ്പറിൽ വിളിക്കേണ്ടത്, പുരുഷന്മാരാണ് എൻ്റെ നമ്പറിൽ വിളിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു? സ്ത്രീകളുടെ ആ ഒരു ഭാഗത്തെ അഥവാ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ എൻ്റെ വൈഫിൻ്റെ നമ്പറിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഭാഗത്തെ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ പുരുഷന്മാരെല്ലാം എൻ്റെ നമ്പറിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എൻ്റെ വൈഫിൻ്റെ നമ്പറിലേക്ക് വിളിക്കണം എന്നുള്ള ഭാഗം മാത്രം എടുത്തിട്ടു. എൻ്റെ മജ്‌ലിസിൻ്റെ ഒരു നിയമമാണ്, സ്ത്രീകളെല്ലാം എന്ത് ചെയ്യണം? എൻ്റെ ഭാര്യയുടെ നമ്പറിൽ വിളിക്കുക, പുരുഷന്മാരൊക്കെ എൻ്റെ നമ്പറിൽ വിളിക്കുക. നിങ്ങൾ അല്ലാതെ ഡയറക്റ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്ന് വിളിക്കണ്ട എന്നുള്ള ശരീഅത്തിൻ്റെ നിയമമാണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോൾ ഇന്ന് വരെ ഒരു ആണുമായി അല്ലെങ്കിൽ ഒരു പുരുഷനായിട്ട് എൻ്റെ ഭാര്യ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു വോയിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊണ്ടുപോവാ. അപ്പം ഭാര്യയുടെ നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞ് വിമർശനം കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ കാറുമായി ബന്ധപ്പെട്ട് വിമർശനം കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ മറുവശവും കൂടെ അറിയാതെയാണ് വിമർശിക്കുന്നത്. അപ്പം ഏതൊരു വിഷയത്തെക്കുറിച്ചും വിമർശിക്കുമ്പോൾ അതിനെക്കുറിച്ച് പൂർണ്ണമായും പഠിച്ചിട്ട് വേണം വിമർശിക്കാൻ. അല്ലാതെ എന്തെങ്കിലും കേട്ടത് എടുത്തിട്ടത് കൊണ്ട് യൂട്യൂബിൽ നിന്ന് കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ ബിദ്അത്തുകാരെ നിങ്ങൾ പറയരുത്. വെറും മണ്ടത്തരമാണ്, ഇതൊക്കെ നിർത്തണം. അയ്യേ, എന്തൊരു നാണക്കേട്! ഈ കേരളത്തിലെ ബിദ്അത്തുകാർ, യുക്തിവാദികൾ ഇത്ര പൊട്ടന്മാരാണെന്ന് ശരിക്കും ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം എൻ്റെ ഒരു ചെറിയ വീഡിയോ, എൻ്റെ ഒരു പരിപാടിയിലെ വീഡിയോയിൽ നിന്ന്, മുന്നത്തെ വീഡിയോയിൽ നിന്ന് കുറച്ച് ഭാഗം കട്ടെടുത്തിട്ട് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ ജനങ്ങളിലേക്ക് ഇറക്കി വിവരക്കേടുകൾ പറയുന്ന നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ ഇനിയെങ്കിലും നിർത്തണമെന്നാണ് എനിക്ക് യുക്തിവാദികളോടും അല്ലെങ്കിൽ ബിദ്അത്തുകാരോടും എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ മുൻഭാഗത്ത് നിന്നുള്ള കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയുക, അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് കട്ട് ചെയ്യുക, കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് കള്ളത്തരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതൊക്കെ എന്ത് ഏർപ്പാടാണ്? അയ്യേ, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുമ്പോൾ കുറച്ചെങ്കിലും ബോധത്തോടു കൂടി പറയണ്ടേ? ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു പരിപാടി നടത്തുമ്പോൾ, ഞാനൊരു മജ്‌ലിസ് നടത്തുമ്പോൾ പൂർണ്ണമായും 825 ദിവസത്തോളം നടത്തിയ എൻ്റെ വീഡിയോയിൽ വിമർശിക്കാൻ പറ്റിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല.
പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു, എനിക്ക് എന്താണ് പറ്റിയത് എന്ന് അറിഞ്ഞിട്ട് വേണ്ടേ വിമർശിക്കാൻ? അപ്പോ വിമർശിച്ചവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് എന്തില്ല, ദേഷ്യമൊന്നുമില്ല, നിങ്ങളോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ, അള്ളാഹു നിങ്ങളെ നന്നാക്കി തരട്ടെ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അള്ളാഹു നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാവങ്ങളൊക്കെ അള്ളാഹു പുറത്തു നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അപ്പോൾ അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്, നമുക്ക് നല്ല വണ്ടി വേണം, നല്ല വീട് വേണം, നല്ല ഭാര്യേനെ വേണം, നല്ല മക്കളെ വേണം, നമ്മുടെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എല്ലാം നല്ലത് വേണമെന്നാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരുന്നതെല്ലാം അള്ളാഹു നല്ലതാക്കി തരട്ടെ. അപ്പം അങ്ങനെ ദുആ ചെയ്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും പറയരുത് നമുക്ക് കിട്ടിയതൊക്കെ മോശമായി പോയെന്ന് പറയരുത് കേട്ടോ. ഓക്കെ, എല്ലാവരെയും അള്ളാഹു നന്നാക്കട്ടെ, നമ്മളെയൊക്കെ അള്ളാഹു നന്നാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെ ഉൾക്കൊള്ളിക്കുക.